ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും ചെറുപയർ കറിയായിരുന്നു. അപ്പോൾ ഈ ചപ്പാത്തി പെട്ടെന്ന് നമുക്ക് കുഴച്ചെടുക്കാനും അതുപോലെ ചെറുപയർ കറി ഈസി ആയിട്ട് എങ്ങനെ വയ്ക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചപ്പാത്തി എങ്ങനെയാണ് ആദ്യം ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഞാൻ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി, 1/2 കപ്പ് വെള്ളം, കുറച്ച് ഓയിൽ, അതായത് 1 സ്പൂണൊക്കെ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ആക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. എന്നിട്ട് മിക്സിയുടെ ബാക്ക് സ്പീഡ് ഉണ്ടല്ലോ, അതിലൊരു 2-3 വട്ടം ഒന്ന് കറക്കിയെടുക്കുക. ഇനി അതൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് പൊടി ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലെ ഓരോ കപ്പ് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ആവശ്യത്തിനുള്ള പൊടി നിങ്ങൾക്ക് എടുത്ത് ഇതുപോലെ ആക്കി എല്ലാം കൂടെ ഒരുമിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാം. അന്നേരം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ലൂസ് പോലെ തോന്നുകയാണെങ്കിൽ കുറച്ച് പൊടി ആഡ് ചെയ്യാം. എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ല, എനിക്ക് കറക്റ്റ് പാകമായിരുന്നു. അതിലേക്ക് ഞാൻ പിന്നെ ഓയിലാണ് ആഡ് ചെയ്തത്. ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി കുഴച്ച് നമ്മുടെ പാകത്തിനാക്കി സെറ്റാക്കി വെക്കാം. ഇനി ഈ പാത്രം കഴുകാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയുടെ ജാറിൽ കറക്കിയെടുത്ത് കഴിഞ്ഞാൽ ആ മിക്സിയുടെ ജാറ് പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ ചപ്പാത്തി മാവ് ചെറിയ ചെറിയ ബോളുകളാക്കി എടുത്ത് ഇതുപോലെ പരത്തിയെടുക്കുക. എനിക്ക് ഈ റൗണ്ട് ഷേപ്പ് കിട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക്കാണ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇതിൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റി പിടിച്ചത്. അപ്പോൾ ഞാൻ ജസ്റ്റ് റൗണ്ടിൽ വെച്ച് അങ്ങനെ ഒന്ന് പരത്തിയെടുത്തിട്ട് അതിന് ഫുള്ള് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നടുമടക്കും. പിന്നെ വീണ്ടും അതിൻ്റെ പുറത്ത് ഇതുപോലെ പരട്ടി വീണ്ടും ഒരു മടക്കും. പിന്നെ അതിൻ്റെ മീതെ കൂടെ ഇതുപോലെ ഇങ്ങനെ പരത്തി കൊടുക്കുക. ഇങ്ങനെ പരത്തി അപ്പോൾ നമുക്ക് ലെയറിൽ ചപ്പാത്തിയായിട്ട് കിട്ടും. ഇതൊരു വേറൊരു എന്താ പറയുക, ഷേപ്പൊന്നും മാറ്റി പിടിച്ചെന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്കിത് താല്പര്യമില്ല, റൗണ്ട് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്താൽ മതി. ഞാൻ എൻ്റെ ഷേപ്പൊന്ന് മാറ്റിയെടുത്തു. അപ്പോൾ പിന്നെ നമുക്ക് എന്താ പറയുക, ഇങ്ങനെ കുറച്ച് ലെയർ പോലെയൊക്കെ കിട്ടുമ്പോൾ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ. ഇനി നമ്മൾ അത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്തും നെയ്യോ ഓയിലോ അങ്ങനെ ജസ്റ്റ് ഇതുപോലെ തൂക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ചപ്പാത്തിയാണ് കേട്ടോ. സോഫ്റ്റുള്ള ചപ്പാത്തിയാണേ. അപ്പോൾ ഇനി നമ്മളിത് തിരിച്ചും മറിച്ചൊക്കെ ഇടാം. അപ്പോൾ ഈ സമയത്ത് ഇതിങ്ങനെ പൊങ്ങി വരും. ലെയറും സെപ്പറേറ്റ് പോലെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ ലെയറൊക്കെ ഈ ചൂടിൻ്റെ ഇതുണ്ടല്ലോ, ആവി കൊണ്ടിട്ട് പെട്ടെന്ന് വെന്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഉള്ളിൽ കാണുമ്പോൾ വെന്തിട്ടില്ല എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ഇപ്പോൾ ഇത് കണ്ടോ, അങ്ങനെ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഈ സമയത്തൊക്കെ നമുക്ക് നെയ്യോ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചപ്പാത്തി. ഇതിങ്ങനെ കണ്ടോ ലെയറായിട്ട് കാണുന്നുണ്ട്. ആ ലെയറിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അത് വെന്തിട്ടില്ല എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, നല്ല പാകത്തിൽ വേവും ആവി തട്ടിയതിൻ്റെ വേവും കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ചപ്പാത്തിയിലോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചെറുപയർ കറിയായിരുന്നു. അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ചെറുപയർ കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുപയർ വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു 2 വിസിലടിച്ചിട്ടുണ്ട്. ഇനി ചെറുപയർ മാറ്റി വയ്ക്കുക. ഇനി ഒരു പാൻ വയ്ക്കുക. അതിലേക്ക് സവാള അല്ലെങ്കിൽ ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല ഇത്ര ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴന്ന് വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിട്ട് വഴറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്താൽ ഒന്ന് കുറുകി വരണമെന്ന് കാണുമ്പോൾ നമ്മളതിലേക്ക് തേങ്ങാപ്പാൽ 1 കപ്പ് തേങ്ങാപ്പാലൊക്കെ വേണ്ടി വരും, അത് ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ തിളയ്ക്കേണ്ട, അതിന് മുന്നേ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.